നമസ്കാരം. ചിലർ പറഞ്ഞാൽ മാത്രമേ ചിലത് വിവാദമാകൂ. വേറെ ചിലരാണ് പറയുന്നതെങ്കിൽ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. മോദി വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാണ് ചില മാധ്യമങ്ങളും ഇടത് വലത് ന്യൂനപക്ഷ രാഷ്ട്രീയക്കാരും ആരോപിക്കുന്നത്. രാജസ്ഥാനിലെ ബാൻസ്വാഡയിൽ നടത്തിയ പ്രസംഗത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സ്വത്ത് വീതിച്ചു നൽകും എന്ന് പറഞ്ഞതാണത്രേ ചിലരെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് രാജസ്ഥാനിൽ മോദി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. നേരത്തെ കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ അവർ പറഞ്ഞത് മുസ്ലിങ്ങൾക്കായിരിക്കും സമ്പത്തിൽ പ്രഥമ പരിഗണന എന്നാണ്. 2006 ദേശീയ വികസന കൗൺസിൽ യോഗത്തിനു ശേഷം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് മോദി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. തുടർന്ന് മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെ അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. അതിനർത്ഥം, അതായത് മുസ്ലിങ്ങൾക്കായിരിക്കും സമ്പത്തിൽ പ്രഥമ പരിഗണന എന്ന് പറഞ്ഞത് ഈ സമ്പത്ത് പിടിച്ചെടുത്ത് കൂടുതൽ കുട്ടികൾ ആർക്കാണോ അവർക്ക് കൊടുക്കും, നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കുമോ? നിങ്ങൾ അംഗീകരിക്കുമോ? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് അമ്മമാരുടെയും സഹോദരിമാരുടെയും കയ്യിലുള്ള സ്വർണം പിടിച്ചെടുത്ത് വിതരണം ചെയ്യുമെന്നാണ്. മുസ്ലിങ്ങൾക്കാണ് പ്രഥമ പരിഗണനയെന്നും മൻമോഹൻ സർക്കാർ പറഞ്ഞിരുന്നു. ഈ അർബൻ നക്സൽ ചിന്താഗതി അമ്മമാരുടെയും സഹോദരിമാരുടെയും താലിമാല പോലും വെറുതെ വിടില്ല. ഇങ്ങനെയാണ് നരേന്ദ്രമോദി രാജസ്ഥാനിൽ പറഞ്ഞത്. ഇനി 2006 ദേശീയ വികസന കൗൺസിൽ യോഗത്തിനു ശേഷം അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇങ്ങനെ: നമ്മുടെ മുൻഗണനകൾ എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. കൃഷി, ജലസേചനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുവായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, പട്ടിക വിഭാഗക്കാരുടെയും മറ്റു പിന്നാക്ക വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം, ഇതിനൊക്കെയാണ് മുൻഗണനകൾ. വികസനത്തിൻ്റെ പങ്ക് തുല്യമായി ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. വിഭവങ്ങൾക്ക് മേൽ അവർക്ക് പ്രാഥമിക അവകാശമുണ്ട്. അതെന്തിനാണ് വികസനത്തിൻ്റെ പങ്ക് തുല്യമായി ന്യൂനപക്ഷങ്ങൾക്ക്, അതായത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത്? ഏതെങ്കിലും മുസ്ലിങ്ങളുടെ സ്വത്ത് ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ കൈയടക്കി വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത്തരമൊരു ചിന്ത മനസ്സിൽ പോലും തോന്നാത്ത മുസ്ലിങ്ങളുടെ ഉള്ളിൽ വർഗീയ വിഷം ഇളക്കിവിടുകയല്ലേ മൻമോഹൻ സിംഗ് അന്ന് ചെയ്തത്? എന്തായാലും വിടുവായത്തം വിവാദമായതോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്ന് വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ന്യൂനപക്ഷങ്ങളെയും ഉൾപ്പെടുത്തി പൊതുവിൽ പറഞ്ഞതാണ് എന്നായിരുന്നു ഉളുപ്പില്ലാത്ത ആ വിശദീകരണം. ഇത് മാത്രമല്ലേ നരേന്ദ്രമോദി പറഞ്ഞുള്ളൂ? അപ്പോൾ മൻമോഹൻ സിംഗിന് പറയാം, കുഴപ്പമില്ല. പക്ഷേ നരേന്ദ്രമോദി അങ്ങനെ പറയാൻ പാടില്ല. മോദി പറഞ്ഞാൽ അത് വർഗീയതയാകും. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. എന്തായാലും താൻ പറഞ്ഞത് എന്താണെന്ന് മോദി വ്യക്തമാക്കി കഴിഞ്ഞു. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, അല്ലാത്തവർ അവരവരുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന തരത്തിൽ മനസ്സിലാക്കട്ടെ. മോദി മാപ്പ് പറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം അലിഗഡിൽ പ്രസംഗിക്കുകയും ചെയ്തു. അത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ താലിമാല വരെ കോൺഗ്രസ് പിടിച്ചെടുത്ത് വീതം വയ്ക്കും. എല്ലാവരുടെയും സ്വത്തും വരുമാനവും ഓഡിറ്റ് ചെയ്യുമെന്ന് കോൺഗ്രസിൻ്റെ രാജകുമാരൻ പറയുന്നു. വീടും വാഹനവും സ്വർണവുമൊക്കെ പിടിച്ചെടുക്കും. സ്ത്രീകൾ അവരുടെ ധനമായി കരുതുന്ന സ്വർണം പോലും പിടിച്ചെടുക്കും. അമ്മമാരുടെയും സഹോദരിമാരുടെയും കെട്ടുതാലി പിടിച്ചെടുക്കും. ഇങ്ങനെയാണ് അലിഗഡിൽ മോദി പറഞ്ഞത്. മോദി പറഞ്ഞതും 2006 മൻമോഹൻ സിംഗ് പറഞ്ഞതും ഒന്നു തന്നെയല്ലേ? ഒരേ വിഷയം രണ്ടു തരത്തിൽ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ മൻമോഹൻ സിംഗിനെ പോലെ വിടുവായത്തം പറയുകയല്ല മോദി ചെയ്തത്. അദ്ദേഹം പ്രവർത്തിച്ചു കാണിക്കുകയായിരുന്നു. മുത്തലാഖ് നിർത്തലാക്കിയതു തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. മുത്തലാഖ് നിർത്തലാക്കിയത് കൊണ്ടുള്ള നേട്ടം രാജ്യത്തെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ല, മുസ്ലിം സ്ത്രീകൾക്ക് തന്നെയാണ്. അതവർ നന്നായി മനസ്സിലാക്കുന്നുമുണ്ട്. UPA സർക്കാരായിരുന്നെങ്കിൽ മുത്തലാഖ് നിർത്തലാക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. കാരണം അവർക്ക് വേണ്ടത് വോട്ടാണ്. മുത്തലാഖിനെ ഒരു മുസ്ലിം പുരുഷനും അനുകൂലിക്കുന്നില്ല. പക്ഷേ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പുരുഷന്മാർ പറയുന്നത് അതേപടി അനുസരിക്കാതെ നിർവാഹമില്ല. അവർ അനുസരിക്കും. ഭർത്താവ് പറഞ്ഞാൽ പറയുന്നയാളിന് അവർ വോട്ട് കുത്തും. അപ്പോൾ പിന്നെ മുത്തലാഖ് നിരോധിച്ച് വെറുതെ വെറുപ്പ് വാങ്ങി വയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം. ഇതാകുമ്പോൾ കാര്യം നടക്കുകയും ചെയ്യും, മോദിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യാം. മൻമോഹൻ സിംഗ് നടത്തിയത് വിദ്വേഷ പ്രസംഗമല്ല, എന്നാൽ മോദി നടത്തിയത് വിദ്വേഷ പ്രസംഗമാണ്. ഇക്കാര്യം പരാമർശിച്ചുകൊണ്ട് 93 മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട കത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. കത്തെഴുതിയത് അഹമ്മദാബാദ് IIM മുൻ പ്രൊഫസർ ജഗദീപ് ചൊക്കറാണ്. മോദിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, പ്രാതിനിധ്യ നിയമം എന്നിവ അടക്കമുള്ളവയുടെ ലംഘനമാകും പോലും. ഇതാണ് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ്. മോദി പറഞ്ഞാൽ അത് വർഗീയത, മൻമോഹൻ സിംഗോ വിജയൻ പിണറായിയോ മറ്റാരെങ്കിലുമോ പറഞ്ഞാൽ അത് നാക്കുപിഴവ്, ജാഗ്രത കുറവ്, വർഗീയ ശക്തികൾക്കും RSSനോടുമുള്ള വെല്ലുവിളി. ഇതൊന്നും കൊണ്ട് മോദിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പരസ്യമായി വിമർശിക്കുന്നവരും രഹസ്യമായി അനുകൂലിക്കുന്ന
പ്രകടനം തന്നെയാണ് മോദി മാജിക്. അതുകൊണ്ട് മൂന്നാം വട്ടവും രാജ്യം ഭരിക്കുന്നത് NDA സർക്കാരാണോ അതോ ഇന്ത്യ സഖ്യമെന്ന സാമ്പാർ അവിയൽ മുന്നണിയാണോ എന്നറിയാൻ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഊഹിക്കാവുന്നതേ ഉള്ളൂ.